പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റ് അത് കണ്ടയുടൻ ഞെട്ടിയത് മറ്റാരുമല്ല, സാക്ഷാൽ ഹൈക്കോടതി ജഡ്ജി തന്നെയാണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. ഏകദേശം 1000-നടുത്ത ആളുകളുടെ ജീവൻ ഇല്ലാതാക്കാനുള്ള, കൊലപ്പെടുത്താനുള്ള ഹിറ്റ് ലിസ്റ്റാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തയ്യാറാക്കിയത് കേരളത്തിൽ. അതിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ടത്, ഈ പട്ടികയിൽ പല പ്രധാന രാഷ്ട്രീയ പ്രമുഖരുണ്ട്. പ്രത്യേകിച്ചും ഹിന്ദുത്വ ഗ്രൂപ്പുകളും RSSും അടക്കമുള്ള നിരവധി ആളുകളുടെ പേര് വരുന്നു. അത് സ്വാഭാവികമായി തന്നെ അവരുടെ ശത്രുപക്ഷത്തുള്ളവരാണെന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ ഒന്നാമതായി കണ്ടിരിക്കുന്നത് മുൻ ജില്ലാ ജഡ്ജിയാണ്. ഭീകരതയിലൂടെ തന്നെ രാജ്യത്ത് ഒരു സമാന്തര നീതി വ്യവസ്ഥ സ്ഥാപിക്കാനുള്ള ഒരു ശ്രമമാണ് രഹസ്യമായി ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. ഒരു പ്രത്യേക സമുദായത്തിന്റെ നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയത്. ഭീകര സംഘടനയിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് കേരളത്തിൽ ഒരു സർജിക്കൽ സ്ട്രൈക്കിലൂടെ അധികാരത്തെ അടക്കം താഴെ ഇറക്കാനുള്ള ഒരു നീക്കം, അതിലൂടെ തന്നെ രഹസ്യമായി രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന ഒരു വലിയ ഭീമമായ പദ്ധതി, ഇതൊക്കെ തന്നെയാണ് NIA മുളയിലെ നുള്ളിയിരിക്കുന്നത്. ഹൈക്കോടതിയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് അത്യന്തം ഞെട്ടിക്കുന്നതാണെന്നുള്ളതിന് മറ്റു തെളിവുകളൊന്നും തന്നെ വേണ്ട. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റ് ആണ്. കൊല്ലാനോ ഉപദ്രവിക്കാനോ അതല്ലെങ്കിൽ ഒരു പാഠം പഠിപ്പിക്കാനോ ഉള്ളവരുടെ ലിസ്റ്റായി അറിയപ്പെടുന്ന ഹിറ്റ് ലിസ്റ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിൽ 950-ലധികം ആളുകളുടെ പേരാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളും ജില്ലാ ജഡ്ജിയും അടക്കം ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇപ്പോൾ കോടതിയിൽ തന്നെ ബോധ്യപ്പെടുത്തിയത്. പല കേസുകളുമായി ബന്ധപ്പെട്ട് പിടിയിലായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരിൽ നിന്നാണ് അവർ തന്നെ തയ്യാറാക്കിയ ഈ ഹിറ്റ് ലിസ്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയത്. ഒരാളിൽ നിന്ന് മാത്രമല്ല, ഒട്ടനവധി ആളുകളിൽ നിന്നും ശേഖരിച്ച ലിസ്റ്റ് തന്നെയാണ്. എന്നാൽ ഈ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് RSS നേതാവ് വത്സൻ തില്ലങ്കേരിയും ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷയായ KP ശശികലയുടെയും പേരുകൾ അടക്കം ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. NIA രജിസ്റ്റർ ചെയ്ത കേസുകളിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ NIA കോടതി പരിഗണിക്കുമ്പോഴായിരുന്നു ഹിറ്റ് ലിസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കോടതിയിൽ NIA അറിയിച്ചത്. ലിസ്റ്റിൽ ഉള്ളവരെ ഇല്ലാതാക്കാനുള്ള പദ്ധതികൾ ഇവർ അണിയറയിൽ തയ്യാറാക്കി. ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവരിൽ ഏറ്റവും അധികം RSS BJP നേതാക്കൾ കൂടിയാണെന്ന് NIA തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. പട്ടികയിൽ ഉൾപ്പെട്ട റിട്ടയർഡ് ജഡ്ജി ആലുവ സ്വദേശി കൂടിയാണ്. ആലുവ സ്വദേശികളായ മറ്റ് 2 പേരെ കുറിച്ചും ഹിറ്റ് ലിസ്റ്റിൽ എടുത്തു പരാമർശിക്കുന്നുണ്ട്. തങ്ങളുടെ പ്രവർത്തകരെ, തങ്ങളുമായി ബന്ധപ്പെട്ട് ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്കോ മറ്റോ ഇടപെട്ടവരെ ശിക്ഷിച്ചവർ എന്നിങ്ങനെയുള്ള നിരവധി ആളുകളെ ഉൾപ്പെടുത്തിയാണ് ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്ന റിപ്പോർട്ടേഴ്സിന് 36 ചോദ്യങ്ങൾ അടങ്ങിയ ക്വസ്റ്റ്നെയർ നൽകിയിരുന്നുവെന്നും ഈ കൃത്യം ആസൂത്രണം ചെയ്യുന്ന രീതി എങ്ങനെയെന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഈ ചോദ്യങ്ങളെന്നാണ് NIA പറയുന്നത്. തങ്ങളുടെ സംഘടനയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഭീഷണിയാകുന്ന ആളുകളെ പോപ്പുലർ ഫ്രണ്ടുകാർ ഈ ഹിറ്റ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തും. എതിരാളിയുടെ ഫോട്ടോ, പ്രായം, പ്രവർത്തിക്കുന്ന സംഘടന, അതിലുള്ള ചുമതല, അവരിലേക്ക് അടുക്കാനുള്ള റൂട്ട് മാപ്പ്, വീട്ടുകാരുടെ വിവരങ്ങൾ അടക്കം ഈ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. എവിടെ വെച്ച് വകവരുത്താൻ സാധിക്കുമെന്നത് അടക്കം ഒരുപക്ഷെ ഇതിൽ പരാമർശിക്കുമെന്നാണ് പറയുന്നത്. വളരെ സേഫ് ആയിട്ടുള്ള ഒരിടം. 2047 ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനമെന്നാണ് NIA കണ്ടെത്തിയത്. ഇത് സാധൂകരിക്കുന്ന പല തെളിവുകളും പ്രതികളുടെ പക്കൽ നിന്നും NIA കണ്ടെടുത്ത് കോടതിയിൽ തെളിവായി ഹാജരാക്കിയിരുന്നു. ശബ്ദ സന്ദേശങ്ങൾ അടക്കം കോടതിയിലെത്തിയിരുന്നു. അതോടൊപ്പമാണ് PFIയെ എതിർക്കുന്നവരെ വകവരുത്താൻ നേതൃത്വം തന്നെ പദ്ധതിയിട്ട നിർണായകമായ കണ്ടെത്തൽ കൂടി നടത്തിയിരിക്കുന്നത്. 3 തട്ടുകളായി തന്നെയാണ് PFI പ്രവർത്തിച്ചിരുന്നതെന്നും NIA കോടതിയിൽ പറയുന്നു. PFIയെ എതിർക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കേണ്ട ചുമതല രഹസ്യാന്വേഷണ വിഭാഗമായ റിപ്പോർട്ടർ വിങ്ങിനുള്ളതാണ്. എതിരാളികളെ കൃത്യമായി നിരീക്ഷിച്ച് അവരുടെ വിവരങ്ങൾ ശേഖരിച്ച് ജില്ലാ നേതൃത്വത്തിന് ഈ സംഘം കൈമാറും. ആവശ്യമായ ഘട്ടത്തിൽ ഈ വിവരങ്ങൾ ഹിറ്റ് സ്ക്വാഡിനും കൈമാറും. യോഗ പരിശീലനം, ദുരന്ത മേഖലകളിലെ സന്നദ്ധ പ്രവർത്തനം എന്നിവയുടെ മറവിലാണ് യുവാക്കളെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവർ റിക്രൂട്ട് ചെയ്തിരുന്നതെന്നാണ് NIA കണ്ടെത്തിയത്. NIA കേസിൽ അറസ്റ്റിലായ ശ്രീനിവാസം വധക്കേസിലെ പ്രതി സിറാജുദ്ദീൻ, ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ അബ്ദുൾ വഹദ്, ആയൂബ് എന്നിവരുടെ പക്കൽ നിന്നും ഈ ലിസ്റ്റിലുള്ളവരുടെ പട്ടിക കൃത്യമായി കിട്ടിയിട്ടുണ്ട്. സിറാജുദ്ദീനിൽ നിന്നും 240 പേരുടെ പട്ടികയാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അബ്ദുൾ വഹാബിന്റെ പേഴ്സിൽ നിന്നും കണ്ടെടുത്ത 5 പേരുടെ ഹിറ്റ് ലിസ്റ്റിലാണ് മുൻ ജില്ലാ ജഡ്ജിയുടെ പേരടക്കം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേസിൽ അറസ്റ്റിലായ 69ാം പ്രതിയായ ആയൂബിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തതാകട്ടെ 500 പേരുടെ പട്ടികയും മുഹമ്മദ് സാദിഖിന്റെ കയ്യിൽ നിന്നും 232 പേരുടെ പട്ടികയും കിട്ടിയിട്ടുണ്ട്. ശ്രീനിവാസൻ കൊലക്കേസിലെ പ്രതികളായ മുഹമ്മദ് ബിലാൽ, റിയാസുദ്ദീൻ, അൻസാർ, KP സഹീർ എന്നിവരുടെ ജാമ്യാപേക്ഷ എതിർത്തപ്പോഴായിരുന്നു NIA കൂടുതൽ വിശദാംശങ്ങൾ കോടതിയിൽ പങ്കുവച്ചത്. ജാമ്യഹർജി നൽകിയ 4 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും തങ്ങൾ നിരപരാധികളാണെന്നാണ് കോടതിയിൽ വാദിച്ചത്. ആലുവയിലെ പെരിയാർ വാലി ക്യാമ്പസ് PFIയുടെ ആയുധ പരിശീലന കേന്ദ്രമായിരുന്നു. അത് തികച്ചും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം UAPA പ്രകാരം തീവ്രവാദ സ്വത്തായി പ്രഖ്യാപിച്ച് കണ്ടുകെട്ടുകയാണ് NIA ചെയ്തത്.
ഈ കേന്ദ്രം നേരത്തെ തന്നെ സർക്കാർ പൂട്ടിയിരുന്നു. അതുകൊണ്ട് ഹർജിക്കാർക്കെതിരായ ആരോപണം പ്രഥമ ദൃഷ്ട്യാ ശരിയാണെന്ന് വിശ്വസിക്കാൻ ന്യായമായ കാരണങ്ങൾ ഉണ്ടെന്നാണ് ജാമ്യം നിഷേധിക്കുമ്പോൾ NIA പ്രത്യേക കോടതി ജഡ്ജി PK മോഹൻദാസ് വ്യക്തമാക്കിയത്. അറസ്റ്റിലായവർക്ക് ഈ ഘട്ടത്തിൽ ജാമ്യം അതുകൊണ്ട് നൽകാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കി ജാമ്യ ഹർജികൾ തള്ളിക്കളയുകയായിരുന്നു. PFIയുമായി ബന്ധപ്പെട്ട് 2 കേസുകളാണ് കേരളത്തിൽ NIA അന്വേഷിക്കുന്നത്. 2022 മെയ് മാസത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് NIA PFIക്കെതിരെ കേസെടുത്തത്. 2022 ഡിസംബറിൽ പാലക്കാട്ടെ RSS ശാരീരിക് ശിക്ഷൺ പ്രമുഖായിരുന്ന ശ്രീനിവാസന്റെ കൊലപാതകവും NIA പിന്നാലെ ഏറ്റെടുത്തു. ഈ 2 കേസുകളും ഒന്നിച്ച് NIA അന്വേഷിക്കുന്നു. ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന പ്രഖ്യാപിത അജണ്ടയിലൂടെ തന്നെയാണ് ശ്രീനിവാസന്റെ കൊലപാതകം അടക്കം നടത്തിയിരിക്കുന്നത്. ഈ വലിയ ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ് ഈ കൊലപാതകമെന്നും NIA തന്നെ പറയുന്നു. ഇന്ത്യ 2047 പദ്ധതിയെക്കുറിച്ചുള്ള ഓഡിയോ ക്ലിപ്പുകൾ NIA കണ്ടെടുത്തിട്ടുണ്ട്. NIA റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച കോടതി ഹർജിക്കാർക്കെതിരായ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്നാണ് നിരീക്ഷിച്ചത്. കേസ് വിചാരണയിലേക്ക് കടക്കുന്ന ഈ ഘട്ടത്തിൽ ഹർജിക്കാരന് ജാമ്യം ലഭിക്കാൻ അർഹതയില്ലെന്നും UAPയിലെ സെക്ഷൻ 43D5 പ്രകാരമുള്ള വ്യവസ്ഥ ഈ കേസിൽ ബാധകമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷയെ കോടതി എതിർത്തത്. നേരത്തെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും അന്വേഷണ ഏജൻസികളും നൽകിയ ശുപാർശ കണക്കിലെടുത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേരളത്തിലെ RSS നേതാക്കൾക്ക് Y കാറ്റഗറി സുരക്ഷ നൽകാൻ തീരുമാനിച്ചിരുന്നു എന്നുള്ള വിവരം പുറത്തു വന്നു. എന്നാൽ അത് ഏതൊക്കെ നേതാക്കൾ എന്നുള്ള കാര്യം കൃത്യമായി പുറത്തു വന്നിരുന്നില്ല. പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ NIAയും EDയും രാജ്യവ്യാപകമായി നടത്തിയ റെയ്ഡിൽ ഒട്ടനവധി രേഖകൾ പിടിച്ചെടുക്കുകയും 100 കണക്കിന് PFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. സെപ്റ്റംബർ 22-നായിരുന്നു രാജ്യത്തെ 15 സംസ്ഥാനങ്ങളിൽ ഒരേ സമയം അങ്ങനെ റെയ്ഡ് സംഘടിപ്പിച്ചത്. ഭീകരതയിലൂടെ രാജ്യത്ത് സമാന്തര നീതി വ്യവസ്ഥ സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം അവർ രഹസ്യമായി നടത്തിയെന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. നേരത്തെ തന്നെ റെയ്ഡിൽ പിടിച്ചെടുത്ത സാധനങ്ങളുടെ കൂട്ടത്തിൽ പ്രതികൾ ലക്ഷ്യമിട്ടവരെ കുറിച്ചുള്ള വിവരങ്ങൾ, ഈ ഹിറ്റ് ലിസ്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ അടക്കം ലഭ്യമായിരുന്നു. ഭരണകൂട നയങ്ങളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ പരത്തി ഭീകരത സൃഷ്ടിക്കാനും ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തയ്യബ, ISI, അൽ ഖയ്ദ എന്നിവയിലേക്ക് യുവാക്കളെ ആകർഷിക്കാനും ഇവർ ശ്രമിച്ചു.